ആംസ്റ്റർഡാം നഗരത്തിലെ മാഡം തുസാഡ്സ് മ്യൂസിയത്തിന്റെ മുകൾ നിലയിൽ നിന്നുകൊണ്ട് ആ നഗരത്തെ കാണുകയാണ് ഞാൻ. അങ്ങകലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് പാലസ് സ്ക്വയർ വരെ നീണ്ടുകിടക്കുന്ന ദാംറാഗ് സ്ട്രീറ്റിലൂടെ ജനം നിറഞ്ഞൊഴുകുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും ടൂറിസ്റ്റുകൾ തന്നെയാണ്. മ്യൂസിയത്തിന്റെ അടുത്ത നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സ്വീകരിക്കാൻ നിൽക്കുന്നത് ഡയാന രാജകുമാരിയാണ്. 44-ാം വയസ്സിൽ ഒരു കാർ അപകടത്തിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ സുന്ദരി. ഇപ്പോഴും ലോകജനതയുടെ ഒരു വികാരമാണ് ഡയാന. മറ്റൊരു ഭാഗത്ത് ചെറിയൊരു മുറി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നത് ആൻ ഫ്രാങ്ക് എന്ന ആംസ്റ്റർഡാമിന്റെ പുത്രിയാണ്. ആംസ്റ്റർഡാമിലെ ഒരു വീടിന്റെ 3-ാം നിലയിൽ 2-ാം ലോകമഹായുദ്ധകാലത്തെ കലുഷിതമായ 2 വർഷങ്ങളിൽ അവൾ ഒളിച്ചുകഴിഞ്ഞ സാഹചര്യം ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അവളിരുന്ന് ഡയറി എഴുതുന്നു. നാസികൾ ജൂതന്മാരെയെല്ലാം കൂട്ടക്കൊല ചെയ്യുന്ന ഒരു കാലത്ത് അവരുടെ കണ്ണിൽപ്പെടാതെ ആൻ ഫ്രാങ്ക് ഒളിവിൽ കഴിഞ്ഞ 2 വർഷക്കാലം. മറ്റൊരു ഭാഗത്ത് ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കലിന്റെ മെഴുകുപ്രതിമ. തൊട്ടടുത്ത് US മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമുണ്ട്. ഒബാമ ഇന്ന് ലോകത്തെവിടെയും അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവാണ്. സമാധാനത്തിന്റെ 3 നേതാക്കൾ ഇവിടെയുണ്ട്. മണ്ടേലയും ഗാന്ധിജിയും ദലൈലാമയും. ഈ 3 പേരും മാഡം തുസാഡ്സിന്റെ എല്ലാ മ്യൂസിയങ്ങളിലെയും സാന്നിധ്യമാണ്. ചെറുതും വലുതുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി 100ഓളം മ്യൂസിയങ്ങളുണ്ട് മാഡം തുസാഡ്സിന്. അവിടെയെല്ലാം പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഗാന്ധിജിയുടെ പ്രതിമയുണ്ടാകും. എല്ലാ മ്യൂസിയങ്ങളിലും ഗാന്ധിജിക്ക് ഏതാണ്ട് ഒരേ രൂപമാണ് മാഡം തുസാഡ്സുകാർ നൽകിയിരിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തുമുള്ള മാഡം തുസാഡ്സ് മ്യൂസിയങ്ങളിലെ ഇന്ത്യൻ പ്രാതിനിധ്യം ഗാന്ധിജി തന്നെയാണ്. മറ്റൊരാൾ ദലൈലാമയാണ്. അടുത്തതായി ഡച്ച് രാജാവിന്റെയും രാജ്ഞിയുടെയും പ്രതിമകളാണ്. ബ്രിട്ടനിലെ ഹാരി രാജകുമാരനും ഭാര്യ മേഗൻ മാർക്കലെയുമാണ് ഇത്. ടെലിവിഷൻ ഷോകളുടെ അവതാരകർ പോലും ഇവിടെ താരങ്ങളാണ്. അവരുടെ കൂടെ നിന്ന് പലരും ഫോട്ടോ എടുക്കുന്നു. തൊട്ടടുത്ത് തന്നെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലോകപ്രശസ്ത സൃഷ്ടിയായ മൊണാലിസയുണ്ട്. ആ പെയിന്റിംഗ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ അതിനിവിടെ ശില്പരൂപം നൽകിയിരിക്കുന്നു. മൊണാലിസയെ മെഴുകിൽ മെനഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവിടെ സന്ദർശകരുടെ ഒരു പരിപാടി ഫ്രെയിമിന്റെ പിറകിലൂടെ ചെന്ന് മൊണാലിസയുടെ കസേരയിൽ ചാരി നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതാണ്. ഫ്രെയിമിനകത്ത് അപ്പോൾ അവരുമുണ്ടാകും. സാൽവദോർ ദാലി എന്ന ലോകപ്രശസ്തനായ പെയിന്ററുടെ പ്രതിമയും ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പെർസിസ്റ്റൻസ് ഓഫ് ടൈം എന്ന ചിത്രമാണ് പശ്ചാത്തലത്തിൽ. പൂവൻ കോഴിയെ തോളിൽ വെച്ചു നിൽക്കുന്ന പിരിയൻ മീശയുള്ള ദാലി. 1989-ലാണ് ദാലി മരിച്ചത്. മറ്റൊരു വിഖ്യാത ചിത്രകാരനും ഇവിടെയുണ്ട്, വിൻസെന്റ് വാൻ ഗോഗ്. എക്കാലവും കലുഷിതമായ ചിന്തകളോടെ നടന്ന വാൻ ഗോഗിന്റെ മാനസിക സംഘർഷങ്ങളെല്ലാം ഈ മുഖത്തുണ്ട്. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ചിലയിടത്ത് കാണുന്നത് സിനിമാ കഥാപാത്രങ്ങളാണ്. ഹൾക്കിനെ പോലെ ലോകമെങ്ങും പ്രശസ്തരായ ചില കഥാപാത്രങ്ങൾ. സിനിമയിലെ ആംബിയൻസും ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറങ്ങിച്ചെല്ലുമ്പോൾ മാഡം തുസാഡിന്റെ തന്നെ ഒരു മെഴുകു പ്രതിമ കാണാം. ഞാൻ വീണ്ടും പാലസ് സ്ക്വയറിലേക്ക് ഇറങ്ങി. സൈക്കിളുകാരാണ് ഇവിടെ കൂടുതലും. അതിൽ തന്നെ വിചിത്രമായ ചില സൈക്കിളുകളുമുണ്ട്. ഒരു പെട്ടി ഓട്ടോയിൽ കൊള്ളുന്നത്രയും ചരക്ക് കൊണ്ടുപോകുന്ന സൈക്കിളുകൾ. ചരക്ക് കൊണ്ടുപോകാൻ വരെ ഇവിടെ സൈക്കിളിനെ രൂപപ്പെടുത്തി കഴിഞ്ഞു. ലോകം സൈക്കിളിനുമേൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ദേശക്കാരായ ആളുകളെ കാണാം. കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ളവരെന്ന് തോന്നുന്ന ഒരു കുടുംബം. ഈ സ്ക്വയറിൽ ഇങ്ങനെ മനുഷ്യരെ കണ്ടു നിൽക്കുക തന്നെ രസമാണ്. ഏതെല്ലാം നാട്ടിൽ നിന്നുള്ള ആളുകളാണ് സന്ധ്യയാകുമ്പോഴേക്കും പാലസ് സ്ക്വയറിലേക്ക് വന്നു നിറയുന്നത്. വേറൊരു കൂട്ടർ പ്രാവിന് തീറ്റ നൽകാൻ എത്തുന്നവരാണ്. ധാരാളം പ്രാവുകൾ ഈ സമയം സ്ക്വയറിൽ വന്നിറങ്ങും. തീറ്റ കൊടുക്കാൻ നിൽക്കുന്നത് ടൂറിസ്റ്റുകളാണ്. സ്ക്വയറിലേക്ക് പല ഭാഗത്തു നിന്നും തെരുവുകൾ വന്നു ചേരുന്നുണ്ട്.
ഒരു ഭാഗത്തെ തെരുവിനപ്പുറം പള്ളി പോലെ ഒരു കെട്ടിടം കാണാം. അതിവിടുത്തെ മാഗ്ന പ്ലാസ എന്നറിയപ്പെടുന്ന മാളാണ്. നടത്തം തുടരുമ്പോൾ സ്ക്വയറിന്റെ ഓരങ്ങളെല്ലാം പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ഒരു കാഴ്ചയാണ്. ചട്ടികളിൽ നട്ട ചെടികളാണ്. അതങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും മാത്രമല്ല, ഓരോ പൗരനും നഗരത്തിന്റെ വൃത്തിയെക്കുറിച്ച് ബോധവാനാണ്. ഡാം സ്ക്വയറിലേക്ക് വന്നു ചേരുന്ന ഒരു ഇടത്തെരുവിലൂടെ നടത്തം തുടർന്നു. യൂറോപ്പിലെ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ഇങ്ങനെയുള്ള പെഡസ്ട്രിയൻ സ്ട്രീറ്റുകൾ ഉണ്ടാകും. അതിലൂടെ ആളുകൾക്ക് സ്വസ്ഥമായി നടക്കാം. വാഹനങ്ങളുടെ ഹോണടിയോ പുകയോ ഒന്നും ഉണ്ടാവില്ല. 1649 പണിത കെട്ടിടങ്ങൾ വരെ ഓരത്ത് കാണാം. ഇന്ത്യയിൽ താജ്മഹലും മുഗളന്മാരുടെ കോട്ടകളുമെല്ലാം നിർമ്മിച്ച കാലത്തെ കെട്ടിടം. നടത്തം തുടരുമ്പോൾ എത്തുന്നത് ചൈനീസ് സ്ട്രീറ്റിലേക്കാണ്. പല കടകളുടെയും ബോർഡുകൾ ചൈനീസ് ലിപിയിലാണ്. ചൈനീസ് ഫുഡ് കഴിക്കുന്നതിനായി ഞാനൊരു റെസ്റ്റോറന്റിൽ കയറി. ചോറും ചിക്കൻ കറിയും ഓർഡർ ചെയ്തു. കുറേ ദിവസമായി യൂറോപ്യൻ ഭക്ഷണം കഴിച്ച് നാടിനെ വല്ലാതെ മിസ് ചെയ്യുകയായിരുന്നു. ചോറും ചിക്കനും എത്തി. വൈകുന്നേരത്തെ മൃഷ്ടാന്നം ഭുജിച്ച് ഏമ്പക്കവും വിട്ട് ആ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങി ഹോട്ടലിലേക്ക് തിരികെ നടക്കുകയാണ്. ഇന്നത്തെ ജോലികൾ അവസാനിക്കുന്നു. അടുത്ത പ്രഭാതത്തിൽ തെരുവിലേക്കിറങ്ങുമ്പോൾ പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മന്ദിരത്തിൽ നിന്നുള്ള മണിനാദമാണ് വരവേറ്റത്. നേരം 9 മണിയാകുന്നതേയുള്ളൂ. ഇന്ന് ഹോട്ടലിൽ നിന്നിറങ്ങാൻ 9 മണിയായതിന് കാരണം ഇനി പോകുന്ന സ്ഥലത്ത് ആ സമയത്തെത്തിയിട്ടേ കാര്യമുള്ളൂ എന്നതാണ്. ആൻ ഫ്രാങ്കിന്റെ വീട് കാണാനാണ് പോകുന്നത്. 9 മണിക്ക് ശേഷമേ അവിടം തുറക്കൂ. ഇന്നത്തെ ആദ്യ ജോലി ആൻ ഫ്രാങ്കിന്റെ വീട് ക്യാമറയിലാക്കുകയാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് 2 വർഷം ആൻ ഫ്രാങ്ക് വസിച്ചത് ആംസ്റ്റർഡാമിലെ ഒരു കെട്ടിടത്തിന്റെ 3-ാം നിലയിലാണ്. ആ വീട് ഇന്ന് വലിയൊരു സന്ദർശന കേന്ദ്രമായിരിക്കുന്നു. അങ്ങകലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ദാംറാക് സ്ട്രീറ്റ് ഇതിനകം പ്രേക്ഷകർക്ക് സുപരിചിതമായി കാണും. ഇന്നലെ പലതവണ ഇതുവഴി നടന്നതാണല്ലോ. ആൻ ഫ്രാങ്കിന്റെ വീട്ടിലേക്ക് ഇവിടെ നിന്നും നടക്കാനുള്ള ദൂരമേയുള്ളൂ. ആദ്യം പാലസ് സ്ക്വയറിലേക്കാണ് എത്തിയത്. ഇതാണ് ഡച്ച് രാജാവിന്റെ കൊട്ടാരം. ഇനി ഇതിന്റെ ഒരു വശത്തുകൂടിയുള്ള തെരുവിലൂടെ നടന്ന് 3 കനാലുകൾ ക്രോസ് ചെയ്താൽ ആൻ ഫ്രാങ്കിന്റെ വീട്ടിലെത്തുമെന്നാണ് മാപ്പിൽ നോക്കി ഞാൻ മനസ്സിലാക്കിയത്. 17-ാം നൂറ്റാണ്ടിൽ ഡച്ച് സുവർണകാലത്ത് നഗരഭരണ കേന്ദ്രമായ സിറ്റി ഹാളായി നിർമ്മിച്ച കെട്ടിടമാണിത്. ഇപ്പോഴത്തെ രാജാവ് വില്യം അലക്സാണ്ടറും കുടുംബവും വസിക്കുന്നതും ഈ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്താണ്. 19-ാം നൂറ്റാണ്ടിൽ ഹോളണ്ട് നെപ്പോളിയൻ ഒന്നാമന്റെ സഹോദരൻ ലൂയി നെപ്പോളിയൻ ഭരിച്ചിരുന്ന കാലത്താണ് ഇത് രാജകൊട്ടാരമാക്കി മാറ്റിയത്. ഇതാണ് കൊട്ടാരത്തിന്റെ തറ. കൂറ്റൻ കല്ലുകൾ അടുക്കി പണിതിരിക്കുകയാണത്. വലിയ സ്റ്റോൺ ബ്ലോക്കുകൾ ചെത്തിയടുക്കി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കൊട്ടാരം. 17-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണെന്ന് ഓർക്കണം. 22,000 സ്ക്വയർ മീറ്റർ തറ വിസ്തൃതിയാണ് കൊട്ടാരത്തിനുള്ളത്. 17-ാം നൂറ്റാണ്ടിൽ വിവിധ കോളനികളിൽ നിന്ന് നെതർലൻഡ്സിലേക്ക് ഒഴുകി വന്ന പണത്തിന്റെ ധാരാളിത്തം ഈ കൊട്ടാരത്തിൽ കാണാം. കൊട്ടാരം കടന്ന് അടുത്ത സ്ട്രീറ്റിലേക്ക് നടക്കുമ്പോൾ വഴിയോരത്ത് കാണുന്നതെല്ലാം സൈക്കിളുകളാണ്. ഇവിടെയൊന്നും ആരും കാറുമായി ഇറങ്ങുന്നതേയില്ല. എല്ലാവരും സൈക്കിളുമായി വരുന്നു. ഇവിടെ നിന്നാണ് ആൻ ഫ്രാങ്കിന്റെ വീട്ടിലേക്ക് തിരിയുന്നതെന്ന് മനസ്സിലായി. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. ഇതാണ് ജിങ്ക കോമൺ ടൈമിലാണ് ചെയ്തത്. അപ്പൊ ചേട്ടൻ പറഞ്ഞ ട്യൂൺ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് താളം മാറ്റാം. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. ബേണി പി ജയൻ. വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേ. മലയാളികൾ ഏറ്റുപാടിയ നിരവധി ഗാനങ്ങൾ ഒരുക്കിയ സംഗീത ജോഡിയിലെ ഇളയ സഹോദരൻ. ചേട്ടന് ചെറുപ്പകാലം മൂലം മലയാള മനോരമ പത്രം ഉണ്ടെങ്കിൽ അതുവരെ ട്യൂൺ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ എന്നെ വിളിക്കും, വാടാ നമുക്കൊന്ന് നോക്കാം, ഞാൻ പാടുമ്പോൾ നീ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് സത്യം പറഞ്ഞെങ്കിൽ അറിയാതെ ഈ ബേണി ഇംഗ്ലീഷ് ബന്ധം. ഇമ്പം തുളുമ്പുമീനം
തേന്മാവിൻ കൊമ്പത്ത്, ചന്ദ്രലേഖ, മയിൽപീലിക്കാവ്, കല്യാണരാമൻ തുടങ്ങി 100-ലേറെ സിനിമകൾക്കായി അനേകം ഗാനങ്ങൾ ഒരുക്കിയ സംഗീത സംവിധായകൻ. അത് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്. പിന്നെ അതിനെ പിടിച്ചങ്ങോട്ട് ചെയ്യാൻ പോയപ്പോഴാണ് അമ്മം മക്കിളി വായാടി അല്ലിപ്പൂമ്പുഴ താൻ തോന്നി. ഗായകനും സംഗീത ഉപകരണ വിദഗ്ധനും സംഗീത സംവിധായകനുമായ ബേണി താൻ കടന്നു വന്ന വഴികൾ വിവരിക്കുകയാണ്. മോഹൻലാലിനെ അത് കേൾപ്പിച്ചു. എന്നിട്ട് ചേട്ടൻ ചോദിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാനെന്താ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ നല്ല പാട്ടുണ്ടാക്കിയാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ അഭിനയിക്കും. ഹിറ്റ് ഗാനങ്ങളുടെ പിറവിക്ക് പിന്നിലെ രസകരമായ സംഭവങ്ങൾ. പുള്ളി പറഞ്ഞു ഇതിനൊരു ജിബ്രിഷ് വേണം, ആദ്യമായിട്ടാണ് ജിബ്രിഷ് എന്നുള്ള വാക്ക് കേൾക്കണം, അതെന്താ കേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഗിരീഷ് ഉണ്ടാക്കുന്നുണ്ട്, ഗിരീഷിന് പറ്റണില്ല, ഗിരീഷിന് ശീലമില്ല. ഉടനെ പ്രിയൻ തന്നെ എടാ പേന എടുത്തേടാന്ന് പറഞ്ഞു ഉണ്ടാക്കിയ വാക്കാണ് കൊന്നരി കൊന്നരി കോനാരി. വ്യത്യസ്ത സ്വഭാവക്കാരായ അനേകം കലാകാരന്മാർ. അഞ്ജുമാർ പാടി ഞങ്ങൾ പോയി. ചിത്ര പാടി തീർത്തിട്ട് പറഞ്ഞ് എനിക്ക് തൃപ്തിയായിട്ടില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചിത്ര എക്സ്ട്രായിട്ട് പാടിയിട്ടുണ്ടല്ലോ, അതല്ല എനിക്കൊന്നുകൂടി പാടണം, എനിക്ക് സ്റ്റുഡിയോ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് തരാമെന്ന് വെച്ചു. അപ്രതീക്ഷിത അനുഭവങ്ങൾ. ജയാ ബച്ചൻ, അമിതാഭ് ബച്ചൻ, പ്രിയദർശനും കൂടി താജ് ഹോട്ടലിൽ ഇരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ടൈം മാസിക ഇങ്ങനെ മറിച്ച് നോക്കി അമിതാഭ് ബച്ചൻ. മറിച്ച് നോക്കുമ്പോഴത്തേക്കും ദേവരായ മാസ്റ്ററുടെ പടമുണ്ട്, ഞങ്ങളുടെ രണ്ടുപേരുടെയും പടമുണ്ട്, പ്രിയൻ്റെ പടമുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇത്, ഈ പാട്ട് അവർ ചെയ്ത പാട്ടൊന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് കാസറ്റിൽ അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ പറഞ്ഞ് ഇത് വളരെ ഗംഭീരമായിരിക്കണം, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് നമ്മുടെ ബോളിവുഡിൽ സിനിമക്ക് ആവശ്യം. യേശുദാസും ചിത്രയും പ്രിയദർശനും മോഹൻലാലും ഗിരീഷ് പുത്തഞ്ചേരിയും ഉമ്പായിയും എല്ലാം ഈ അനുഭവ വിവരണത്തിൽ കടന്നു വരുന്നു. പക്ഷെ മിക്സ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഒരു നോയ്സ് പോലത്തെ ഒരു സാധനം തന്നെ. ഇത് എങ്ങനെ കളയും? കുറേ നേരം കൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ കട്ട് ചെയ്ത് സംഭവം ആ നോയ്സ് പോയി. അപ്പോൾ ദാസേൻ്റെ ശബ്ദത്തിനൊരു മാറ്റം വന്നു. ഒറിജിനൽ ശബ്ദമല്ല, പക്ഷേ ജഗതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് ജഗതിയുടെ ശബ്ദം. 4.5 പതിറ്റാണ്ടായി സംഗീത രംഗത്ത് തുടരുന്ന ബേണിയുടെ അപൂർവ സുന്ദരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ചരിത്രം എന്നിലൂടെ സഫാരി TV ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും. ഞാൻ നടപ്പ് തുടർന്നു. ആദ്യത്തെ കനാലിന്റെ സമീപത്തേക്കെത്തി. സെൻഗൽ കനാൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. അതിന് കുറുകെയുള്ള പാലത്തിലൂടെ നടന്നു. ഇത്തരത്തിലാണ് ആംസ്റ്റർഡാമിലെ കനാലുകൾ. 2 ചിറകൾക്കിടയിൽ ഒരേ വീതിയിൽ നീണ്ടുപോകുന്ന കനാൽ. കനാൽ കടക്കുന്നതോടെ ഒരു നിര കെട്ടിടമുണ്ടാകും, വീണ്ടും ഒരു കനാലായിരിക്കും. ഇങ്ങനെയാണ് ആംസ്റ്റർഡാം നഗരത്തിന്റെ ഘടന. കനാലുകളിൽ നിന്ന് ചെളി കോരിയിട്ട് രൂപപ്പെടുത്തിയ തിട്ടകളിലാണ് ഈ കെട്ടിടങ്ങൾ നിൽക്കുന്നത്. കനാലുകളെ ക്രോസ് ചെയ്ത് റോഡുകൾ കടന്നുപോകുന്നു. അടുത്ത കനാലിന് മുകളിലേക്കെത്തി. ഹെറൻഗ്രാസ്റ്റ് കനാൽ എന്ന് ഇതറിയപ്പെടുന്നു. ഒരേ ആകൃതിയിലാകും എല്ലാ കനാലുകളിലെയും വളവുകൾ. ആ കനാൽ കടന്നു നടക്കുമ്പോൾ പുരാതനമായ വലിയ കെട്ടിടങ്ങൾ കാണാം. ആംസ്റ്റർഡാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ കെട്ടിടവും അതിനപ്പുറമുള്ള പള്ളിഗോപുരവുമെല്ലാം കണ്ടത് ഞാൻ ഓർക്കുന്നു. ഹിറ്റ്ലറുടെ നാസിപ്പട 2ാം ലോകമഹായുദ്ധകാലത്ത് ആംസ്റ്റർഡാം കീഴടക്കി ഇതുവഴി കടന്നുപോകുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളായിരുന്നു അത്. എത്രയോ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചവയാണ് 17ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ പള്ളിയും ഈ കെട്ടിടവുമെല്ലാം. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കടകൾ. ഇപ്പോൾ 3ാമത്തെ കനാലിലേക്ക് എത്തിയിരിക്കുന്നു. കെയ്സേഴ്സ് ഗ്രാഷ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. 1615-ലാണ് ഈ കനാൽ നിർമ്മിക്കുന്നത്. അന്ന് കനാലിന്റെ എല്ലാ ഭാഗങ്ങൾക്കും 30 അടിയായിരിക്കണം വീതിയെന്ന് നഗരഭരണകൂടം തീരുമാനമെടുത്തതായി ചരിത്രരേഖകളുണ്ട്. അക്കാലത്ത് തന്നെ എത്രമാത്രം കാര്യക്ഷമമായിരുന്നു നഗരാസൂത്രണം എന്നതിന്റെ തെളിവാണത്. സൗകര്യപ്രദവും മനോഹരവുമായ രീതിയിലാണ് എല്ലാ കനാലുകളും നഗരത്തിൽ സജ്ജീകരിച്ചത്. പ്രേക്ഷകർക്ക് ഗൂഗിൾ മാപ്പ് എടുത്തു നോക്കിയാൽ ആംസ്റ്റർഡാമിലെ കനാലുകളുടെ ക്രമീകരണം വ്യക്തമായി മനസ്സിലാക്കാനാവും. 400 വർഷത്തിനു ശേഷവും ഇന്നും കനാലുകളുടെയും നഗരത്തിന്റെയും മനോഹാരിത അതേപടി നിലനിൽക്കുന്നു.
അതാണ് പഴയകാല യൂറോപ്യൻ ആസൂത്രണ തികവിന്റെ പെരുമ. വെസ്റ്റ് ചർച്ചിന്റെ സമീപത്തേക്കെത്തി. വിചിത്ര രൂപത്തിൽ അലങ്കരിച്ചു വെച്ച സൈക്കിളും കാണാം വഴിയോരത്ത്. 4ാമത്തെ കനാലിന്റെ തീരമാണിത്. ആ കനാൽ ക്രോസ് ചെയ്യേണ്ടതില്ല. അതിന്റെ വശത്തുകൂടിയുള്ള റോഡിലൂടെ നടക്കാം. പ്രിൻസൻ ഗ്രാഷ്ട് എന്നാണ് ഈ റോഡിന്റെ പേര്. പ്രിൻസൻ ഗ്രാഷ്ട് റോഡിലാണ് വെസ്റ്റ് ചർച്ച്. പ്രിൻസൻ ഗ്രാഷ്ട് കനാലിന്റെ തീരത്തായതിനാലാണ് റോഡിനും അതേ പേര് ലഭിച്ചത്. ഈ റോഡിലൂടെ നടക്കുമ്പോൾ വെസ്റ്റ് ചർച്ച് കഴിഞ്ഞാൽ ഉടനെയാണ് ആൻ ഫ്രാങ്കിന്റെ വീടുള്ളതെന്നാണ് വായിച്ചിരിക്കുന്നത്. ഞാൻ ഈ നടക്കുന്ന വഴിയിലൂടെ ആൻ ഫ്രാങ്കും നടന്നിട്ടുണ്ടാവണം. അവളുടെ പിതാവ് ഓട്ടോ ഫ്രാങ്ക് ഒളിവിൽ കഴിയുന്ന കുടുംബാംഗങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള സാധനങ്ങൾ വാങ്ങി നാസി സൈന്യത്തിന്റെ കണ്ണിൽപ്പെടാതെ കുനിഞ്ഞ് നടന്നിരുന്നതും ഈ വഴിയാകാം. ഒടുവിൽ നാസികളുടെ പിടിയിലായ ശേഷം കൊലക്കളമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ആൻ ഫ്രാങ്ക് കടന്നുപോയതും ഈ വഴിയിലൂടെയായിരുന്നു. ഇന്ന് ആൻ ഫ്രാങ്കിന്റെ വീട് കാണാൻ വരുന്ന ആളുകളെ കൊണ്ട് തെരുവാകെ നിറയുന്നു. ഇതാണ് ആൻ ഫ്രാങ്കിന്റെ ഒളിവിടമായിരുന്ന സ്ഥലം. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. അതിനകത്ത് കയറണം ആൻ ഫ്രാങ്കിന്റെ വീട് കാണണമെങ്കിൽ. പുറമേ ഇപ്പോൾ പുതിയൊരു സ്ട്രക്ചർ പണിതിരിക്കുകയാണ്. വലിയൊരു പ്രശ്നം നേരിട്ടു. നേരെ വന്ന് ടിക്കറ്റ് എടുത്ത് ആൻ ഫ്രാങ്ക് മ്യൂസിയത്തിൽ കയറാനാവില്ല. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ ഡേറ്റ് അറിയിച്ചുകൊണ്ടുള്ള ഒരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റുമായി വന്നെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ പ്രവേശിക്കാനാവൂ. ഞാൻ ടെൻഷനടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ഒരു വൃദ്ധ സ്ത്രീ കെട്ടിടത്തിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് താങ്കൾ അകത്ത് കയറാൻ വന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ അതെ എന്ന് പറഞ്ഞു. ടിക്കറ്റ് ഇല്ലെന്നും പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ എന്റെ കയ്യിലേക്ക് ഒരു ടിക്കറ്റ് വെച്ചു തന്നു. വീട് കയറി കണ്ടുകൊള്ളാനും പറഞ്ഞു. ഇതാണ് എനിക്ക് തന്ന ആ ടിക്കറ്റ്. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. എങ്കിലും ടിക്കറ്റുമായി ക്യൂവിന്റെ പിറകിൽ പോയി നിന്നു. ഇവിടെ അങ്ങനെയൊരു ചടങ്ങുണ്ടത്രേ. സെലക്റ്റഡായ ആളുകൾക്ക് അപ്രതീക്ഷിതമായി ടിക്കറ്റ് നൽകും. പക്ഷേ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ക്യാമറ അനുവദിക്കില്ല. അതിനാൽ ക്യാമറയില്ലാതെ ഞാൻ ആ കെട്ടിടത്തിനകത്തുകൂടിയെല്ലാം സഞ്ചരിച്ചു. പിന്നെ തിരിച്ചിറങ്ങി. കനാൽ തീരത്തു നിൽക്കുമ്പോൾ കെട്ടിടത്തിന്റെ പുറം ഭാഗം കാണാം. ഈ പച്ച പെയിന്റ് അടിച്ച ഭാഗമാണ് ആൻ ഫ്രാങ്ക് ജീവിച്ച വീടിന്റെ മുൻഭാഗം. ഈ വഴിയാണ് അവളും കുടുംബാംഗങ്ങളും അകത്തേക്ക് കയറിപ്പോയിക്കൊണ്ടിരുന്നത്. ഇതിനുള്ളിൽ 3ാം നിലയിലെ ഇടുങ്ങിയ മുറികളിലായിരുന്നു അവർ ഒളിച്ചു താമസിച്ചിരുന്നത്. ആൻ ഫ്രാങ്കിന്റെ ബെഡ്റൂം, അവളിരുന്ന് ഡയറി എഴുതിയിരുന്ന മുറി, അടുക്കള, കിടപ്പുമുറി എന്നിവയെല്ലാം ഞാൻ കയറിക്കണ്ടു. ഈ 263 നമ്പർ കെട്ടിടം ആൻ ഫ്രാങ്കിന്റെ പിതാവ് ഓട്ടോ ഫ്രാങ്ക് ജോലി ചെയ്തിരുന്ന ജാം നിർമ്മാണ കമ്പനിയായിരുന്നു. അതിന്റെ 3ാമത്തെ നിലയിൽ വലതുവശത്ത് ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു വാതിലുണ്ട്. അതിനപ്പുറം ഏറെ മുറികളുണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാനുമാവില്ല. ആ മുറികളിലായിരുന്നു ആൻ ഫ്രാങ്കും കുടുംബവും താമസിച്ചിരുന്നത്. സീക്രട്ട് അനക്സ് എന്നാണ് ആൻ ഫ്രാങ്ക് ആ ഒളിസങ്കേതത്തിന് തന്റെ ഡയറി കുറിപ്പുകളിൽ നൽകിയ വിശേഷണം. 1940-ലാണ് ജർമ്മൻ പട്ടാളം നെതർലൻഡ്സിലെത്തുന്നത്. അതോടെ ആനിന്റെ കുടുംബം ഒളിജീവിതവും തുടങ്ങി. 1942 ജൂണിൽ 13ാം ജന്മദിനത്തിൽ അച്ഛൻ ഓട്ടോ ഫ്രാങ്ക് സമ്മാനിച്ച ഡയറിയിലാണ് അവൾ തന്റെ അനുഭവങ്ങൾ എഴുതി തുടങ്ങിയത്. ആൻ ഫ്രാങ്ക് ഹൗസ് എന്ന് എഴുതി വച്ചിരിക്കുന്ന ഇവിടെ ഒരു ബോട്ട് ജെട്ടി കൂടിയുണ്ട്. ആൻ ഫ്രാങ്കിന്റെ വീട് കാണാൻ ടൂറിസ്റ്റുകളുമായി എത്തിയ ബോട്ടാണ് ഈ കിടക്കുന്നത്. എല്ലാം സുന്ദരൻ ബോട്ടുകളാണ്. ആൻ ഫ്രാങ്കിന്റെ വീടിന് നേരെ മുന്നിലൂടെ ഒഴുകുന്ന കനാൽ. കുഞ്ഞു കിളിവാതിലിലൂടെ ഈ കനാൽ കണ്ടുകൊണ്ടാവും ആൻ ഫ്രാങ്ക് ഉറങ്ങുകയും ഉണരുകയും ചെയ്തിട്ടുണ്ടാവുക. കടന്നു പോകുന്ന ബോട്ടിലെ ഗൈഡ് ആ കഥകൾ വിവരിക്കുമ്പോൾ ടൂറിസ്റ്റുകൾ ആൻ ഫ്രാങ്കിന്റെ വീടിന്റെ ഫോട്ടോകൾ എടുക്കുന്നു. ഒളിവ് ജീവിതത്തിനിടയിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ 3ാം നിലയിലെ കുടിസുമുറിയിൽ കഴിയുമ്പോൾ ആൻ ഫ്രാങ്ക് ആർത്തിയോടെ കണ്ടിരുന്ന പുറം ലോകം ഇതാണ്.
കനാലും അതിന്റെ തീരത്തെ സ്ട്രീറ്റും അതിനപ്പുറമുള്ള വലിയ കെട്ടിടങ്ങളും. കനാലിന്റെ തീരത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ എന്റെ ചിന്തയിലും ആൻ ഫ്രാങ്ക് ആണ്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലുള്ള പുരാതന ജൂത കുടുംബത്തിലായിരുന്നു ആൻ ജനിച്ചത്. പിതാവ് ഓട്ടോ ഫ്രാങ്ക് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ എഡിത്തും സഹോദരി മാർഗരറ്റും ഉൾപ്പെട്ടതായിരുന്നു ആനിന്റെ കുടുംബം. ജർമ്മനിയിൽ നാസികൾ ശക്തി പ്രാപിച്ചതോടെ ആ കുടുംബം ആംസ്റ്റർഡാമിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. ആംസ്റ്റർഡാമിൽ മറ്റൊരിടത്തായിരുന്നു കുടുംബം താമസമുറപ്പിച്ചത്. ഇവിടെ നിന്നും ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴാണ് അവർ നേരത്തെ കണ്ട കെട്ടിടത്തിന്റെ മുകൾ നിലയെ ഒളിത്താവളമാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നിരവധിയായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശങ്ങളാണ് ഇതെല്ലാം. ആനിന്റെ സഹോദരി മാർഗരറ്റിന് ജർമ്മൻ ക്യാമ്പിൽ ഹാജരാകണമെന്ന നാസികളുടെ അറിയിപ്പ് ലഭിച്ചതോടെയാണ് ആ കുടുംബം ഒളിവിൽ പോകാൻ തീരുമാനിക്കുന്നത്. ജൂതന്മാരല്ലാത്ത ചിലരുടെ സഹായങ്ങൾ അവർക്ക് ലഭിച്ചു. 2 കുടുംബങ്ങളിലുള്ള 8 പേരാണ് അങ്ങനെ ഒളിവിൽ കഴിഞ്ഞത്. 1944 ഓഗസ്റ്റ് 4 ജർമ്മൻ സെക്യൂരിറ്റി പോലീസ് ആ ഒളിത്താവളം കണ്ടെത്തുകയായിരുന്നു. ആദ്യം വെസ്റ്റർബോർക്ക് ക്യാമ്പിൽ, പിന്നീട് ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ എത്തിച്ച അവരിൽ ആനും സഹോദരിയും അമ്മയും ഒരേ ബാരക്കിലായിരുന്നു. 1945 ജനുവരിയിൽ ദുരിതപൂർണമായ ക്യാമ്പിൽ അമ്മ എഡിത്ത് മരിച്ചു വീണു. രോഗബാധിതരായ ആനിനെയും സഹോദരിയെയും നാസികൾ ബെർഗൻ ബെൻസൺ ക്യാമ്പിലേക്ക് മാറ്റി. അവിടെ വച്ച് രോഗം മൂർച്ഛിച്ച് ആനിന്റെ കൺമുന്നിൽ സഹോദരി പിടഞ്ഞു മരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആൻ ഫ്രാങ്കും ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. ഈ വഴി നടക്കുമ്പോൾ കാണുന്ന ഓരോ കെട്ടിടവും ചരിത്രത്തിന്റെ സാക്ഷികളാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് എത്രയോ ജൂതന്മാർ മരണത്തിലേക്ക് നടന്നുപോയത് ഈ കെട്ടിടത്തിന്റെ മുന്നിലൂടെയാണ്. നാസി പട്ടാളക്കാരുടെ മാർച്ചുകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന കെട്ടിടവുമാണിത്. ഇത്തരം നഗരങ്ങൾ സന്ദർശിക്കുമ്പോൾ കാണുന്ന ഓരോ കെട്ടിടവും ചരിത്രത്തിന്റെ സാക്ഷികളാണ്. ഇന്ന് പൂത്തുലഞ്ഞ ചെടികളുമായി പ്രസന്നഭാവത്തോടെ നിലകൊള്ളുകയാണ് നഗരം. വലിയ ദുരന്തങ്ങൾ കണ്ട നാട് അതിനെയെല്ലാം അതിജീവിച്ച് ഇന്ന് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങളിലാണ്. പൂർവകാലം ഓർത്തുകൊണ്ട് ഈ സ്ക്വയറുകളിലേക്ക് ആളുകളെത്തുന്നു. ഓരോ ചരിത്ര സ്മാരകവും കാണുമ്പോൾ ആ കാലഘട്ടം തന്നെയാണ് മനസ്സിലേക്കെത്തുക. വേദനയൂറുന്ന ആ ചരിത്രം കേട്ടുകൊണ്ടാണ് ഈ ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയവരാണ്. 1ഉം 2ഉം മഹായുദ്ധങ്ങൾ മാത്രമല്ല, അതിന് പിന്നിലേക്കുള്ള എത്രയോ യുദ്ധങ്ങളും കീഴടക്കലുകളും കണ്ട നഗരമാണിത്. പാലസ് സ്ക്വയറിൽ നിന്നും തിരികെ ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നു. ഇനി ഹോട്ടലിൽ ചെന്ന് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും വേണം.